ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ട് കളക്റ്റീവ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, താങ്ക് യു. The cat, time to relax, conserve your energy. The moray eel, create firm boundaries. The lioness, protect your integrity. ബാക്കിൽ വന്നിട്ട് ദ വെയിലാണ് വി സിങ് അവർ സോങ് ഓഫ് ലവ്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് റീകണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ നാളായിട്ടുള്ള കണക്ഷൻ മിസ്സായിട്ടിരുന്നിട്ടുണ്ടാകാം. ആ ഒരു കണക്ഷൻ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാറ്റ് സ്പിരിറ്റ് വന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ഒരു എനർജി കടന്നു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയിൽ വന്നിട്ട് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിട്ടുള്ള എനർജി ആവശ്യമുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് വിശ്രമിക്കുക, റിലാക്സ് ചെയ്യുക, പാസ്റ്റിലെ എനർജീസൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, കുറച്ചും കൂടെ മൈൻഡ് ബോഡി സ്പിരിറ്റിലൊരു കാംനെസ്സിൻ്റെ എനർജി കൊണ്ടുവരിക. ഓക്കെ, കാരണം മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളുടെ എന്താ പറയുക എക്സ്ട്രാ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദ ലയണസ്, പ്രൊട്ടക്റ്റ് യുവർ ഇൻറ്റഗ്രിറ്റി വന്നിട്ട് നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ മൂല്യം നിങ്ങൾ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെ ഒറ്റയ്ക്ക് നേരിടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് നമ്മൾ മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, ആ ഒരു എനർജിയിൽ നിന്നെല്ലാം മാറിയിട്ട് തൻ്റെ കഴിവ് വെച്ചിട്ട്, തൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് എന്തൊക്കെ എനിക്ക് എൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തെല്ലാം കാര്യങ്ങളായിട്ട് എനിക്ക് ബോൾഡായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു എനർജിയിൽ ടാപ്പിൻ ചെയ്യാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ആയിരിക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേ വന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചെലവഴിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനെക്കുറിച്ചിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യാനായിട്ട്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം വിനിയോഗിക്കാനായിട്ടാണ് ഈ ഒരു സമയത്ത് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൊറേ ഈൽ, ക്രിയേറ്റ് ഫേം ബൗണ്ടറീസ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് വന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫിയർ, എന്തെങ്കിലുമൊക്കെ പേടി, അല്ലെങ്കിൽ പാസ്റ്റിലെ വൂൺസ് നിങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ എന്താ പറയുക ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാള് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കുറച്ച് പേര് എന്താ പറയുക ഒറ്റയ്ക്കിരിക്കുക, ആ ഒരു ലോൺലിനെസ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് അതിന് ഇഷ്ടപ്പെടുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് 6 മന്ത്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ബൗണ്ടറി, നിങ്ങളുടെ അതിർവരമ്പ് സ്ട്രോങ് ആണ്, പക്ഷേ ഹെൽത്തി വേയിൽ. ഓക്കെ, കുറച്ചും കൂടെ ആ ഒരു നമ്മൾ വാള് പണിയണ സമയത്ത് ഒത്തിരി ഹെവി ആയിട്ടുള്ള ബ്രിക്സ് വെച്ച് പണിയണ സമയത്ത് ഒരു എനർജിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഹെൽത്തി ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആരുടെ എനർജീസ് നമ്മൾ സ്വീകരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ആ ഒരു ഹെൽത്തി ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ആ ഒരു ഫിയർലെസ് ആയിട്ട്, പേടി കൂടാതെ തൻ്റെ ആ ഒരു കേവിൽ നിന്നിട്ട് കുറച്ചും കൂടെ പുറത്ത് കടക്കാനായിട്ട്, കുറച്ചും കൂടെ വേൾഡായിട്ട് കുറച്ചും കൂടെ മിങ്കിൾ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ആ ഒരു കറേജ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ സോൾമേറ്റിനെ മീറ്റ് ചെയ്യാനായിട്ട്, ആ ഒരു സോൾ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. ഓക്കെ, ദ സ്നേക്ക് ഷെഡ് യുവർ സ്കിൻ. അതിന് മുന്നേ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് വർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം.
അതിനുശേഷം നിങ്ങളുടെ ട്രൈബ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ആൾക്കാരായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഇവിടെ വന്നിട്ട് ടെമ്പറൻസ് ആണ്. അഗെയിൻ മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറേ കൂടെ നിങ്ങൾക്ക് നോളേജ് നൽകുന്ന കാര്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മണി സ്പെൻഡ് ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനോട് യെസ് പറയാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് വന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളുടെ ചെയർ, നിങ്ങൾ അതിലിരുന്നിട്ടാണ് ഡെയിലി വർക്ക് ചെയ്യുന്നത്, അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അവിടെ കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ത്രീ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. കുറച്ച് പേരോട് പറയുന്നുണ്ട് സ്റ്റെയർ കേസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഒന്ന് കെയർഫുള്ളാകുക. നിങ്ങൾ ക്ലൈംബ് ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കെയർഫുള്ളാകാനായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേരോട് നിങ്ങൾ ആരോടാണ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ചോദിക്കുന്നത് അതിൽ കുറച്ചും കൂടെ മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം ഈ ഒരു സമയത്ത് വന്നിട്ട്. താങ്ക് യു. ഇവിടെ വന്നിട്ട് നൈറ്റ് ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ്. ഇവിടെ എനിക്ക് നിങ്ങളുടെ ലൈഫിൽ അഭിവൃദ്ധിയാണ് കാണാൻ സാധിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്തിലോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പുതിയ വഴികൾ, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ടാകാം, സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഓക്കെ, അത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്തൊക്കെ ബ്ലെസ്സിങ് ആണ് വരുന്നത്? താങ്ക് യു. ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി വർക്ക് ഓവർലോഡായിട്ട് ഇരിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ സ്ട്രെങ്ത്തിൻ്റെ എനർജിയുമാകാം. ഒത്തിരി കാര്യങ്ങൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെട്ടു പോകുന്നു, എനർജി നഷ്ടപ്പെട്ടു പോകുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പേർക്ക് ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ കുട്ടികളുടെ അടുത്തോട്ട് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടികൾ വന്നിട്ട് വിദേശത്ത് അല്ലെങ്കിൽ വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യാനായിട്ട്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് അതിന് വേണ്ടിയിട്ടുള്ള മണി ഫിനാൻസ് ഇവിടെ ഓക്കെ ആകുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റ്, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ടുള്ള ആ ഒരു കോൺവെർസേഷൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലോട്ട് വരുന്നതായിട്ടും ആ ഒരു റീകൺസിലേഷൻ്റെ എനർജി കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻസ് എന്താണെന്ന് നോക്കാം ഈ ഒരു സമയത്തോട്ടുള്ള. താങ്ക് യു. താങ്ക് യു. ടുഡേ ഐ ഹാവ് ഫെയ്ത്ത്. Today I have faith and truly believe that anything is possible. എനിക്ക് ഈ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് വരാനായിട്ടുള്ള കേപ്പബിലിറ്റി എൻ്റെ ഉള്ളിലുണ്ട്, ആ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബിലീവ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക. അതായത് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും വിശ്വാസം കൊണ്ടിട്ട്, ആ ഒരു ഫെയ്ത്തിൻ്റെ എനർജി കൊണ്ടിട്ട് എനിക്കതെല്ലാം തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഒത്തിരി കാർഡ്സ് വന്നു. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. അഫർമേഷൻ. താങ്ക് യു. ടുഡേ ഐ വിൽ എക്സ്പ്രസ് മൈസെൽഫ്
Today I will express my feelings openly and honestly by writing them down and reading them loud. നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സത്യസന്ധമായിട്ട് തുറന്ന് നിങ്ങൾ സംസാരിക്കാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇത് തുറന്ന് സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജേർണലിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അതായത് എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തത വരുന്നതാണ് എന്ത് കാര്യങ്ങൾ സംസാരിക്കണം, എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ അഫർമേഷൻ എന്താണ്? Today I am curious. Today I will open my mind and explore new possibilities and opportunities. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഒത്തിരി അവസരങ്ങൾ, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കടന്നു വരുന്നതാണ്. പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിരുന്നു ഇത് സംഭവിക്കത്തില്ല, ഇമ്പോസിബിളാണ്, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. അതെല്ലാം പോസിബിളായിട്ട് വരുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട്. അപ്പോൾ അതിനെല്ലാം കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡായിട്ട്, കുറച്ചും കൂടെ തുറന്ന മനസ്ഥിതിയോടുകൂടി അതിനെ മനസ്സിലാക്കാനായിട്ട്, കൂടുതൽ അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫൈനലായിട്ട് നമുക്ക് നോക്കാം, നിങ്ങൾ അറ്റ് പ്രസൻറ്റ് എന്ത് ഹീലിംഗ് ജേർണി കൂടിയാണ് കടന്നു പോകുന്നത്. താങ്ക് യു. കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്ത് ഹീലിംഗ് ജേർണി കൂടെയാണ് അറ്റ് പ്രസൻറ്റ് കടന്നു പോകുന്നത്. താങ്ക് യു. മോർ ഒബ്സർവിങ്, ലെസ് ജഡ്ജിങ്. ഇവിടെ വന്നിട്ട് ആ ഒരു റിയാക്ഷൻ ടൈം, പാസ്റ്റിൽ എന്തെങ്കിലും ട്രിഗർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ റിയാക്ഷൻ കൊടുക്കും, അതിനോട് പ്രതികരിക്കും. അതിൽ കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരിക, കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു റിയാക്ഷൻ കൊടുക്കുന്നതിന് മുന്നേ അതിനെ നിരീക്ഷിച്ച് പഠിച്ച് അതിനൊരു ആൻസർ കൊടുക്കാനായിട്ട്, റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു റിയാക്ഷൻ ടൈം അതിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലെങ്ത്ത് കൊണ്ടുവരാനായിട്ട് ആ ഒരു ഹീലിംഗ് ജേർണി കൂടെയാണ് കുറച്ച് പേരിവിടെ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കാനായിട്ടുള്ള കഴിവ്, ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള കഴിവ് നിങ്ങളിൽ കൂടുന്നതാണ്. ചില ആൾക്കാരുടെ ലൈഫ് നമ്മൾ ഒബ്സർവ് ചെയ്യണ സമയത്ത്, നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മളറിയാത്ത പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിലും ഒരു കമ്പാഷൻ വരുന്നതാണ്, ആ ഒരു ഈഗോയിൽ നിന്നെല്ലാം മാറിയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, വേറെ എന്ത് ഹീലിംഗ് ജേർണി കൂടെയാണ് കളക്റ്റീവ് കോൺഷ്യസ്നെസ് അറ്റ് പ്രസൻറ്റ് കടന്നു പോകുന്നത്. താങ്ക് യു. പുട്ടിങ് യുവർ സെൽഫ് ഫസ്റ്റ്. നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഫാമിലി ഇന്നർ ചൈൽഡ് വൂണ്ട് ഹീലിങ്ങും ആകാം. നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാറ്റേണിൽ കൂടെ പോയിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടാതെ കഴിയാൻ സാധിക്കത്തില്ല. ഓക്കെ, കുറച്ച് പേർക്ക് പാരൻസ് ആയിട്ടുള്ള ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാബിറ്റ്സിനോടുള്ള ആ ഒരു ഓവർ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം. അതെല്ലാം റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കാനായിട്ട്, നിങ്ങളുടെ ലൈഫിനെ കുറച്ചും കൂടെ പോസിറ്റീവ് രീതിയിൽ നോക്കിക്കാണാനായിട്ടുള്ള ഒരു ഹീലിംഗ് ജേർണി കൂടെ കുറച്ച് പേരിവിടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി, മുൻഗണന, ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഉള്ളിലോട്ടെടുക്കണം. ഓക്കെ, തൻ്റെ ഹെൽത്ത്, തൻ്റെ വെൽബീയിങ്, അതിനെല്ലാം കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. ആ ഒരു ജേർണി കുറച്ച് പേർക്ക് അറ്റ് പ്രസൻറ്റ് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ആ ഒരു കറേജാണ്, ആ ഒരു ധൈര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർക്കും ആ ഒരു ഹീലിംഗ് എനർജി റിസീവ് ചെയ്യാനായിട്ട് ഭാഗ്യമുണ്ടാകട്ടെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ്, അത് ഒത്തിരി പോസിറ്റീവ് എനർജി എക്സ്ചേഞ്ച് ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഒത്തിരി പേര് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് ലോട്ട് ഓഫ് താങ്ക്സ്. കൂടുതൽ പേർക്ക്, അതായത് ഈ ഒരു സമയത്ത് ആർക്കൊക്കെയാണോ ഹീലിംഗ് എനർജി ആവശ്യമുള്ളത് അവർക്ക് ഈ ഒരു വീഡിയോ കറക്റ്റ് സമയത്ത് എത്തണം. അതാണ് എൻ്റെ ഇൻറ്റൻഷൻ വന്നിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി സൺഡേ.